ഗുജറാത്തിലെ മോർബിയിൽ നിന്നുള്ള ഒരു കിണറിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും രാജ്യത്താകമാനവും വലിയ ചർച്ചയായിരിക്കുന്നത്. കിണറ്റിലെ വെള്ളം നിർത്താതെ ഇളകി മറിയുന്നു. അടിയിൽ നിന്ന് ആരോ ശക്തമായി വെള്ളം തള്ളുന്നത് പോലെ തിരമാലകൾ ഉയരുന്നു. ചില സമയങ്ങളിൽ വെള്ളം കരകവിഞ്ഞ് പുറത്തേക്കൊഴുകുന്നു. ഇത് ഭൂകമ്പത്തിന്റെ സൂചനയാണോ എന്നതാണ് ദൃശ്യങ്ങൾ കണ്ട പലർക്കും ആദ്യം തോന്നിയത്. എന്നാൽ അധികൃതർ പറയുന്നത് അങ്ങനെയല്ല. ഭൂകമ്പമല്ലെങ്കിൽ പിന്നെ എന്താണ് ഈ കിണറ്റിലെ അസാധാരണ പ്രതിഭാസത്തിന് പിന്നിൽ? ഇതിന്റെ ശാസ്ത്രീയ വിശദീകരണം തേടുകയാണ് അധികൃതരും ഭൗമശാസ്ത്രജ്ഞരും. ഗുജറാത്തിലെ മോർബി ജില്ലയിലെ വീർപർദ ഗ്രാമത്തിലാണ് ഈ അസാധാരണ സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പ്രാഞ്ജീവൻ സദാരിയ എന്ന കർഷകൻ 3 മാസം മുൻപാണ് തന്റെ കൃഷിയിടത്തിൽ ഈ കിണർ കുഴിച്ചത്. സാധാരണ നിലയിലായിരുന്ന കിണറ്റിലെ വെള്ളത്തിലാണ് ഓഗസ്റ്റ് 2-ന് ശേഷം പെട്ടെന്ന് മാറ്റം ശ്രദ്ധയിൽപ്പെട്ടത്. പ്രദേശത്ത് ശക്തമായ മഴ ലഭിച്ചതിന് പിന്നാലെയായിരുന്നു വെള്ളം അസാധാരണമായി ഇളകിമറിയാൻ തുടങ്ങിയത്. ആദ്യം ചെറിയ തോതിലുള്ള ചലനമായിരുന്നെങ്കിലും പിന്നീട് ഇത് കൂടുതൽ ശക്തമായി. കിണറിന്റെ അടിയിൽ നിന്നും വെള്ളം മുകളിലേക്ക് തള്ളി വരുന്നത് പോലെ, വശങ്ങളിലേക്ക് ശക്തമായ തിരകൾ രൂപപ്പെടുന്നത് പോലെ, ചില സമയങ്ങളിൽ വെള്ളം തിളച്ചു മറിയുന്നത് പോലെ തോന്നുന്ന തരത്തിലായിരുന്നു ആ കാഴ്ച. വെള്ളം കിണറിന്റെ കരയിലേക്ക് ഉയർന്ന് പുറത്തേക്കൊഴുകുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നു. സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ നാട്ടുകാർ മാത്രമല്ല, ഇതുവഴി കടന്നു പോകുന്നവരും കാഴ്ച കാണാൻ ഇവിടെ എത്തിത്തുടങ്ങി. ഹൈവേയിലൂടെ യാത്ര ചെയ്തിരുന്നവർ പോലും വാഹനങ്ങൾ നിർത്തി കിണറിനരികിലേക്ക് എത്തി. പക്ഷേ കൗതുകത്തിനൊപ്പം പ്രദേശവാസികളുടെ മനസ്സിൽ ഭൂമിക്കടിയിൽ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ, ഇത് വരാനിരിക്കുന്ന ഭൂകമ്പത്തിന്റെ മുന്നറിയിപ്പാണോ എന്ന വലിയൊരു ആശങ്കയും ഉയർന്നു. ഈ ചോദ്യങ്ങൾ ശക്തമായതോടെയാണ് അധികൃതർ പരിശോധനയ്ക്ക് തയ്യാറായത്. മോർബി ജില്ലാ കളക്ടർ സ്വപ്നിൽ വരെ സംഭവത്തിൽ ഇടപെടുകയും വിശദമായ പരിശോധനയ്ക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. ഗാന്ധിനഗറിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെയ്സ്മോളജിക്കൽ റിസർച്ചായ ISR നടത്തിയ പ്രാഥമിക പരിശോധനയിൽ ഈ പ്രദേശത്ത് സജീവമായ ഫോൾട്ട് ലൈൻ കണ്ടെത്താനായിട്ടില്ലെന്നാണ് റിപ്പോർട്ട്. അതുകൊണ്ട് തന്നെ കിണറ്റിലെ ഈ അസാധാരണ ചലനത്തെ ഭൂകമ്പമായി ബന്ധിപ്പിക്കേണ്ട സാഹചര്യമില്ലെന്നാണ് അധികൃതരുടെ വിശദീകരണം. പക്ഷെ പിന്നെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെയാണ് ശാസ്ത്രത്തിന്റെ വിശദീകരണം കൗതുകകരമാകുന്നത്. പ്രദേശത്ത് ലഭിച്ച ശക്തമായ മഴയെ തുടർന്ന് ഭൂഗർഭ ജലനിരപ്പ് പെട്ടെന്ന് ഉയർന്നിരിക്കാം. ഭൂമിക്കടിയിലെ പാറകൾക്കിടയിൽ ചെറിയ സുഷിരങ്ങളും വിള്ളലുകളും ഉണ്ടാകും. അവിടങ്ങളിൽ വെള്ളത്തിനൊപ്പം വായുവും കുടുങ്ങിക്കിടക്കാൻ സാധ്യതയുണ്ട്. മഴ ശക്തമായതോടെ ഭൂഗർഭ ജലനിരപ്പ് അതിവേഗം ഉയർന്നപ്പോൾ ഈ ഇടങ്ങളിൽ കുടുങ്ങിക്കിടന്ന വായുവിന് പുറത്തേക്ക് പോകാനുള്ള സ്വാഭാവിക വഴികൾ തടസ്സപ്പെട്ടിരിക്കാം. ജലത്തിന്റെ മർദ്ദം വർദ്ധിച്ചതോടെ ആ വായുവും വെള്ളവും ചേർന്ന് കിണറിനുള്ളിൽ അസാധാരണമായ ചലനം സൃഷ്ടിച്ചിരിക്കാമെന്നാണ് പ്രാഥമിക ശാസ്ത്രീയ വിശദീകരണം. അതായത് ഭൂമിക്കടിയിൽ നിന്നുള്ള മർദ്ദ വ്യത്യാസം കിണറിലെ വെള്ളത്തെ മുകളിലേക്കും വശങ്ങളിലേക്കും ശക്തമായി തള്ളുന്നതാകാം ഈ പ്രതിഭാസത്തിന് കാരണം. ഇതൊരു കിണറ്റിനുള്ളിൽ രൂപപ്പെടുന്ന സ്വാഭാവിക ജലവായു മർദ്ദ പ്രതിഭാസമായി കാണാനാണ് നിലവിലെ സൂചനകൾ. എങ്കിലും ഇതാണ് കൃത്യമായ കാരണമെന്നിപ്പോൾ തന്നെ അന്തിമമായി പറയാനാകില്ല. ഗാന്ധിനഗറിൽ നിന്നുള്ള ഭൗമശാസ്ത്രജ്ഞരുടെ സംഘം പ്രദേശത്തെത്തി വിശദമായ പരിശോധനകൾ നടത്താനിരിക്കുകയാണ്. കിണറിലെ ജലനിരപ്പ്, ഭൂഗർഭജലത്തിന്റെ ചലനം, പാറകളുടെ ഘടന, മർദ്ദ വ്യതിയാനങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിച്ച ശേഷമായിരിക്കും സംഭവത്തിന്റെ പൂർണ്ണമായ ശാസ്ത്രീയ കാരണം വ്യക്തമാകുക. പക്ഷെ അതിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് ഭൂമിക്കടിയിലെ ജലം, വായു, മർദ്ദം, പാറകളുടെ ഘടന എന്നിവ തമ്മിലുള്ള സങ്കീർണമായ ഇടപെടലുകളാകാം. പ്രകൃതി പലപ്പോഴും വലിയ പരീക്ഷണശാല പോലെയാണ്. നമ്മുടെ കണ്ണുകൾക്ക് കാണാനാകാത്ത ഭൂമിക്കടിയിലെ മാറ്റങ്ങൾ പോലും ചിലപ്പോൾ ഒരു ചെറിയ കിണറിന്റെ വെള്ളത്തിലൂടെ പുറത്തേക്ക് പ്രകടമാകും. മോർബിയിലെ ഈ കിണറും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അതുതന്നെയാണ്. പ്രകൃതി നൽകുന്ന ചെറിയ സൂചനകളെ പോലും ഗൗരവമായി കാണണം. ഭൂകമ്പമല്ലെന്ന് പ്രാഥമിക പരിശോധനകൾ വ്യക്തമാക്കുന്നുണ്ടെങ്കിലും ഈ അസാധാരണ പ്രതിഭാസത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താനുള്ള വിശദമായ ശാസ്ത്രീയ പരിശോധനകൾ ഇനി നിർണായകമാണ്.